ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വളരെ പെട്ടെന്ന് രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു അടിപൊളി കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഞാനൊരു 3/4 കപ്പോളം തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു വിസ്ക് വെച്ച് ഈ നെയ്യും തൈരും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ യോജിച്ചൊരു ക്രീം പരുവത്തിലാവുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഞാനൊരു 1/2 കപ്പോളം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാരയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. ഞാനൊരു 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ റവയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഒരു അരമണിക്കൂറോളം റവയൊക്കെ ഒന്ന് കുതിർന്ന് നല്ലപോലെ സോഫ്റ്റായി വരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. മൂടി വെച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അതാ നമ്മുടെ റവയൊക്കെ നല്ലപോലെ കുതിർന്ന് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പാച്ചിൽ വെച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇത് നല്ലപോലെ തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുത്തൊന്ന് ലൂസാക്കി എടുക്കണം. പാല് അധികമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ മാവ് ഒരുപാട് ലൂസായി പോവും. 2 ടേബിൾ സ്പൂൺ പാൽ ആദ്യം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്ത് നോക്കുക. അപ്പോൾ മാവ് തിക്കായിട്ടാണ് ഉള്ളതെങ്കിൽ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ഒഴിച്ച് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നോക്കാം. ഇപ്പോൾ മാവ് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ഒഴിച്ച് കൊടുത്തൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു പരുവം. മാവ് ഒരുപാട് ലൂസായി പോവരുത്. മാവ് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ബേക്കായി കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ഒരു തിക്നെസ്സിലാണ് നമുക്കിത് വേണ്ടത്. ഇനി ഞാൻ കേക്ക് ടിന്നിൽ കുറച്ച് ഓയിലൊക്കെ തടവി മൈദയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ശേഷം ഗ്യാസ് അടുപ്പിൽ ഞാനൊരു പാന് ആദ്യം തന്നെ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ശേഷം ഒരു 40-45 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള റവ കേക്ക് റെഡിയാവും. പിന്നീട് നല്ലപോലെ ഒന്ന് ചൂടാറി വന്നതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വിടിപ്പിച്ചെടുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അതിലൊക്കെ ഒന്ന് കുട്ടികൾക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണേ, അവർക്കൊരുപാട് ഇഷ്ടമാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.